ഹലോ, നമുക്കിന്ന് ഈസി ആയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഒരു കറി നോക്കിയാലോ. ഇന്ന് നമുക്ക് തൈര് ആദ്യമേ ഉപ്പിട്ട് ഇളക്കി മാറ്റി വയ്ക്കണം. ശേഷം വഴുതനങ്ങ റൗണ്ടായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഇതിനെ നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, ലേശം വെളിച്ചെണ്ണ, അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അത്, ഇത്രയും ചേർത്ത് നന്നായിട്ട് അതിനെ കുഴച്ച് യോജിപ്പിച്ച് 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നല്ല തിളച്ച എണ്ണയ്ക്കകത്തിട്ട് ഇതിനെ വറുത്തെടുക്കണം. ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ട് പോലെ ഒരു കറി സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരിവാക്കിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അതിന് ശേഷം തിളച്ച എണ്ണയ്ക്കകത്തിട്ട് അതിനെ നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് വേവിക്കണം. ഒരു മുളകും കൂടി ഒരു ഭംഗിക്കിടാം. ഇതൊരു ബംഗാളി കറി കേട്ടോ. ഞാനും വേറൊരാളുടെ പേജിൽ നിന്ന് കണ്ട് ഇഷ്ടമായി ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല രസമുണ്ടല്ലേ, കിളുകിളാൻ തിളയ്ക്കുന്ന കാണാൻ എണ്ണയ്ക്കകത്ത് കിടന്നു. അപ്പോൾ അതെ, ഓൾമോസ്റ്റ് 2-3 തവണ ഇട്ടപ്പോഴത്തേക്കും എല്ലാം നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇനി മാറ്റി വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഓരോന്നായിട്ട് ഇട്ട് അത് ഞാനൊരു ഭംഗി കിട്ടുക. അപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി ഒരുപോലെ വാരിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് താളിച്ച് ചേർക്കാം കേട്ടോ. ഉപ്പൊക്കെ നിങ്ങൾ പാകത്തിനാണോന്ന് നോക്കിക്കോണേ. നമ്മൾ നേരത്തെ വറുത്ത് കോരിയ അതേ എണ്ണ തന്നെയാണ് കടുക് പൊട്ടിച്ചത്. കുറച്ച് കറിവേപ്പിലയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് അതിനുശേഷം അതിലേക്ക് മിക്സിലേക്ക് നമ്മൾ താളിപ്പും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈസി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഫൈനൽ ലുക്ക്.